നമ്മൾ പൊന്നൂസിനൊക്കെ പിടിച്ച് പൂട്ടിയിട്ടു. ഇനി പൊന്നൂസ് വീഡിയോക്ക് വേണ്ട, തീരുമാനമായി. വെറുതെ പറയില്ല, നിവൃത്തികേട് കൊണ്ട് പറയാണ്. നമ്മളെങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കുക? എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കുക? നിങ്ങളല്ല കേട്ടോ, യൂട്യൂബിനെ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കുക? 2 സ്ട്രൈക്കാണെന്ന് ഒപ്പം കിട്ടിയിരുന്നത്. അതിന്റെ ഒരു സമാധാനം പറഞ്ഞതില്ല. എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും എന്തിനാണ് ഇവർ കണ്ടുപിടിക്കുന്നതെന്ന്, എന്താണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ നെഗറ്റീവ് കമൻ്റ് ഒരു ഭാഗത്ത്, സമാധാനം ഇല്ലാണ്ട് അതൊക്കെ എങ്ങനെയൊക്കെയോ അതിജീവിച്ച ഒരു ഭാഗം മുന്നിലേക്ക് വരുമ്പോൾ അതാ യൂട്യൂബിൻ്റെ ഭാഗം ഒരു പിടുത്തം. എന്ത് സമാധാനത്തിലാണ് വീഡിയോ ഇടുന്നത്, എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് പറയാൻ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഇരിക്കട്ടെ. എന്താണ് ഇവിടെ ചൊറിയുന്നുണ്ടോ? നമ്മുടെ ചോറായിട്ടോ ചേച്ചിയാണോ പറഞ്ഞു? ആരാ പറഞ്ഞു? പൊട്ടിച്ചിട്ട് ഉറുമ്പോ? അത് സാരില്ല, അച്ഛൻ ഒഴിഞ്ഞു. അമ്പോ, കണ്ടില്ലേ? എൻ്റെ കുട്ടീനൊക്കെ കാണിക്കാണ്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കുക? നിങ്ങൾക്ക് കാണാൻ തോന്നില്ല അവനെ? എങ്ങനെ അവനൊക്കെ കാണിക്കാതെ വീഡിയോ എടുക്കുക ഞങ്ങള്? ചോത്തേ, എൻ്റെ കുട്ടീനെ കാണിക്കാണ്ട് എങ്ങനെയാണ്, എന്താണ് ചെയ്യാ? നമ്മൾ ഒരാളോടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അത് ഇന്നതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇവരോട് ഇത് എന്തൊക്കെയാണ് പറയുക, എങ്ങനെയാണ് പറയുക? കണ്ടോ? നേരെ പിടിക്കും. നമ്മള് പൊന്നൂസിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. ഒന്നും അതിൽ വയലേഷൻ എന്ന് പറയാൻ ഒന്നുമില്ല. അവന് ബസ്സിക്ക് അരവണ ഇങ്ങനെ സ്പൂണിൽ വെച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു. അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതില്. കയ്യില് അപ്പൊ ഞാനിങ്ങനെ കയ്യിലിങ്ങനെ തരുമ്പോ അതിങ്ങനെ വായിൽ കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ വയലേഷൻ എന്ന് പറയാനോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് അവരതിൽ കണ്ടുപിടിച്ചെന്നുള്ള അറിയില്ല. ഒന്ന് കിട്ടിയിരുന്ന അതിലാണ്. അപ്പോൾ കുട്ടികളിങ്ങനെ കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് വീഡിയോ എടുക്കുക? ഇവരൊക്കെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുത്തുകൾ അവരാണ്. എല്ലാവർക്കും കാണണമെന്നും ആഗ്രഹമുള്ളവരെയാണ്. നമ്മൾ കോഴീനൊക്കെ എങ്ങനെയെങ്കിലൊക്കെ മാറ്റി കൂട്ടിലിട്ടൊക്കെ, ഇവരൊക്കെ കൂട്ടിലിട്ട് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ? വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവരൊക്കെ ഇല്ലാതെ എങ്ങനെ? ഇവരൊക്കെ ഫുള്ള് മാറ്റി നിർത്താൻ പറ്റും? എന്താ ചെയ്യാല്ലേ? വല്ലാത്തൊരു ഇടങ്ങറായി പോയി. ഇതാണ് കേട്ടോ എൻ്റെ ചില സമയത്തെ അവസ്ഥ. അങ്ങോട്ടും അനങ്ങിക്കില്ല, അങ്ങോട്ടും അനങ്ങിക്കില്ല. കുഞ്ഞനും ഉണ്ടാവലുണ്ട്. ഞാനിപ്പോൾ കുഞ്ഞനെ ഇവിടെ നിന്ന് മാറ്റി അങ്ങോട്ട് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ യൂട്യൂബിൻ്റെ റൂൾസിനെ കുറിച്ച് ഒരു പരിധി വരെ അറിയോ? കുറച്ച് കാര്യങ്ങൾ അറിയോ? ഇത് ഒരുപാട് കാര്യങ്ങൾ ഇവർ വിചാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയില്ല. ഒരുപാട് കാര്യങ്ങൾ ഇവർ നിയമാവലിയിൽ പറയുന്നുണ്ട്. പക്ഷെ അതെന്താ നമുക്കറിയില്ല. നമ്മളതൊന്ന് ഫുള്ള് വായിക്കുക അറിയുക ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ ബാക്കിയുള്ള യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയുമോ? അതല്ലാത്ത എന്നാലും ഇപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിന്നോളുന്നില്ല. അങ്ങനെ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്താണ് യൂട്യൂബിൻ്റെ വയലേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഭയങ്കരമായിട്ട് അവർ വെച്ചിട്ടുള്ള ദൃശ്യങ്ങളിൽ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. പക്ഷെ അതെന്താണെന്ന് നമുക്ക് ഫുള്ളായിട്ട് അറിയില്ല. പക്ഷെ കിച്ചുവിൻ്റെ കയ്യിൽ കത്തി കൊടുത്ത് ഇത് കൂടെ നടക്കുന്നത് ഒരു പക്ഷേ അതാവാം. അത് ചെയ്യാൻ പാടാത്ത തന്നെ ആവാം. പക്ഷെ അത് നമുക്ക് ആ സമയത്ത് മനസ്സിൽ കിട്ടിയില്ല. അപ്പോൾ അത് വലിയൊരു അപാകതയായിപ്പോയി. അത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട്. കാരണം നമുക്ക് അതുവരെ ചിന്തിച്ചെത്തിയില്ല. അപ്പോൾ നമ്മളെന്താ വെച്ചെങ്കിൽ ഒരു കണ്ടൻറ്റ് എന്നുള്ള രീതിക്ക് ആ സമയത്ത് ഒരു കുഴപ്പമില്ലാത്ത ഒരു കണ്ടൻറ്റ് കിട്ടിയപ്പോൾ അതങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അത് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. അപ്പോൾ അതങ്ങനെ ചെയ്തപ്പോൾ രസമായിട്ട് തോന്നി. അപ്പോൾ അതങ്ങനെ അപ്ലോഡ് ചെയ്താണ്. എത്ര വലിയ പ്രശ്നമാണെന്ന് അറിയില്ല. എന്തായാലും എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ 90 ദിവസത്തിന് നമുക്കിന് ഭയങ്കര നിയന്ത്രണങ്ങളാണ്. മൂന്നാമതൊരു സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ റിമൂവായി പോകും. 2 സ്ട്രൈക്ക് ഇപ്പോൾ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. നമുക്കിതിന് മുന്നേ ഒരു സ്ട്രൈക്ക് വന്നതാണ്. പക്ഷെ അത് 90 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ 90 ദിവസം വരെ ഇനിയൊന്നും ഭയങ്കര നിയന്ത്രണങ്ങളാണ് ഇവർക്ക്. എന്തൊക്കെയോ ഭയങ്കര ചാനലിന് ഇവർ ഒരുപാട് റിവ്യൂ ചെയ്യും. അതിൻ്റെ എന്തൊക്കെയോ എല്ലാ വീഡിയോസും നോക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്ട്രൈക്ക് കഴിഞ്ഞിട്ടിപ്പോൾ എത്ര 1 മാസത്തെ ആയിട്ടുള്ളൂ അല്ലേ? സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് 2 മാസമായി. 1-2 മാസമായിട്ടുള്ളൂ. അപ്പോഴേക്കാണ് നമുക്കിപ്പോൾ 2 സ്ട്രൈക്ക് അടുപ്പിച്ച് വന്നത്. അപ്പോൾ ഇനി ഈ സ്ട്രൈക്ക് മാറുമ്പോൾ 90 ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ആദ്യം ഒരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു.
ഇനി 3 സ്ട്രൈക്ക് വരുമ്പോഴാണ് വലിയ വിഷയമാവുന്നത്. 2 സ്ട്രൈക്കാണ് പറഞ്ഞാലും വലിയ പ്രശ്നമില്ലാതെ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ 3ാമത്തെ സ്ട്രൈക്കിന് ചാനൽ ഇവർ റിവ്യൂ ചെയ്യുമ്പോൾ എപ്പോഴാണ് എന്താ കണ്ടുപിടിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉള്ള ആ ഒരു ചെക്കിങ് അല്ല, അത് കഴിഞ്ഞിട്ട് ഇവർ ചിലപ്പോൾ കഴിഞ്ഞ വർഷം ഇട്ട വീഡിയോ ഒക്കെ അതിൽ നിന്നൊക്കെയാണ് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. നമുക്കറിയില്ല എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇനി എന്തും സംഭവിക്കാം. അതാണ് നമ്മൾ വേറൊരു ചാനൽ തുടങ്ങാനുള്ള കാരണം. അതാണ് ആ ചാനലിൽ ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് എല്ലാവരും ചോദിക്കും എന്തിനാണ് ഈ 2 ചാനലിലേക്ക് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇടേണ്ടത് ആ ചാനൽ നിലനിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ചാനലിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നതാണ് ആ ചാനലിൽ സംഭവിച്ചതെന്ന് പറയാൻ ഒരു ഇടയില്ലാതായി പോകും. അതുകൊണ്ടാണ് ആ ചാനലിപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അതല്ലെങ്കിൽ ആ ചാനൽ വീഡിയോ ഇട്ടില്ല, വെറുതെ ഒരു ചാനൽ തുടങ്ങിയിട്ട് അതങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നാളെ പെട്ടെന്ന് വന്നിട്ട് അയ്യോ ആ ചാനൽ പോയേന്ന് പറഞ്ഞാലൊന്നും ഈ ചാനൽ ഉണരില്ല. ഇത് ആക്റ്റീവായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കംപ്ലീറ്റ് ഈ ചാനലല്ല ഏത് ചാനലായാലും ആരുടെ ചാനലായാലും അത് ആക്റ്റീവായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിലെപ്പോഴും വീഡിയോ ഓടിക്കൊണ്ടിരിക്കുക തന്നെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ രണ്ട് ചാനലിലേക്കും ഒരേപോലെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. എന്താ ചെയ്യല്, നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത, ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സങ്കടം പിടിച്ചൊരു സമയമാണ് ഒന്നാമത്. എന്താ ചെയ്യുക ഏതാ ചെയ്യുക എന്നറിയാൻ പറ്റാത്തൊരു വല്ലാത്തൊരു സമയം. ഒന്നാമത് വീട് പണിയാണ് പറഞ്ഞാൽ അതും നീങ്ങണില്ല, ഏതും നടക്കണില്ല. നമ്മള് എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാലും വേറെ ഏതെങ്കിലും ആശുപത്രി തിരക്കുകൾ കൂടെയെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം ഇവിടെ വീട്ടിൽ ആശുപത്രി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇപ്പം നമ്മൾ എന്തിനാ എന്താ നമ്മുടെ വീട്ടിൽ ആശുപത്രി കേസാണ് അല്ലെങ്കിൽ വേറെ ഇതാണെന്ന് നമ്മൾ പറയണമെന്ന് വിചാരിച്ച് നമ്മളതൊന്നും പറയണില്ല. എന്താ വെച്ചാൽ നല്ലത് മാത്രമേ നമ്മൾ ഓരോന്ന് ചെയ്യുള്ളൂ. എന്നിട്ട് തന്നെ നമ്മളിലേട്ടാ നമ്മൾ അങ്ങനെ പ്രശ്നമുള്ള ഒരു കാര്യങ്ങളിലേക്കും എത്തുന്നില്ല. നമ്മൾ നമ്മുടെ കുടുംബത്തിലെ വിഷയങ്ങൾ മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ. പക്ഷെ അതിലും ഒരു നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നിയന്ത്രിക്കേണ്ടതെന്നുള്ള നമുക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് മെയിനായിട്ട് കുട്ടികളെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് എന്തായാലും അവർ എപ്പോഴും നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാവരും വന്നിരിക്കുന്നതല്ലേ, നമുക്ക് അവരങ്ങനെ മാറ്റി നിർത്തിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ തന്നെ പറ്റില്ല. കാരണം ആ വീഡിയോ തന്നെ നമുക്ക് എല്ലാവരും കൂടി ഉള്ള വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടം അതാണ്. കുട്ടികളും എല്ലാവരും കൂടി ഉള്ളപ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത് അങ്ങനെ. പക്ഷേ കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു സങ്കടം. അപ്പം ആ വീഡിയോ ഇന്നത്തെ കിച്ചുവിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ആ വീഡിയോ യൂട്യൂബ് തന്നെ നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി അത് എല്ലാവരുടെയും ആൾക്കാരുടെ മുമ്പ് 20,000 ആൾക്കാരൊക്കെ ആ വീഡിയോ കണ്ടേക്കണല്ലേ, 22,000 വ്യൂ വന്നേക്കണു. പക്ഷേ എന്താ യൂട്യൂബ് നന്നായിട്ട് ഓടി വരുന്ന വീഡിയോ ഉണ്ട്, ഞാൻ നോക്കുമ്പോൾ നന്നായിട്ട് ഓടുന്നുണ്ട് അത്. പക്ഷെ എന്താ വെച്ചാൽ അത് രസമായിട്ട് ഉള്ളൊരു കണ്ടൻറ്റാണത്, കണ്ടവർക്കറിയാം, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. പക്ഷേ എന്ത് ചെയ്യാം, അത് കിച്ചുവിനാണ് വിചാരിച്ചില്ല. കിച്ചുകൊണ്ട് പറഞ്ഞാൽ ഇങ്ങനെ റീൽസ് ഒക്കെ എടുക്കാൻ ഭയങ്കര താല്പര്യമാണ് അവൻ തന്നെ കണ്ടുപിടിച്ച ഒരു 1-2 റീല് നമ്മളിപ്പോൾ ഇടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവൻ്റെ കണ്ടൻറ്റാണ്. അവൻ പല്ല് തേക്കാൻ ഇരിക്കുന്നതും ഒക്കെ അതേമാതിരി ട്രെൻഡിങ് ആയിട്ടുള്ളൊരിതൊക്കെ അവൻ കണ്ടുപിടിച്ച വിഷയങ്ങളാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ റീൽസ് എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ. പക്ഷേ ഇതിപ്പോൾ അവർ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യാന്നുള്ളത്. പക്ഷെ നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ ഒരു കുട്ടിയുടെ 28-ൻ്റെയും തന്നെ നമ്മൾ പോയിട്ട് വീഡിയോ എടുത്തിട്ട് യൂട്യൂബ് അത് എന്താ വേഗമിലേട്ടാ റിമൂവ് ചെയ്തു. ആ വീഡിയോ നമുക്ക് തേനീച്ച തേനീച്ചട്ടികളാ കുഞ്ഞാ തേനീച്ച തട്ടിക്കളയുടെ മൊത്തേ അങ്ങനെ അപ്പോ എന്തൊക്കെയോ ഒരു ടെൻഷൻ 2-3 ദിവസമായിട്ട് ഭയങ്കര എന്തൊക്കെയോ ആലോചിച്ചാൽ ഒരു എത്തുപിടി കിട്ടാത്ത രീതിക്ക് ഇങ്ങനെ എന്തോ ഒരു ഭയങ്കര ഒരു സങ്കടം. അപ്പോൾ ഇന്നലെ നമ്മളിങ്ങനെ വിചാരിച്ചാണ് ഒന്ന് ഫ്രീ ആവണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് ടെൻഷനൊന്ന് പോകാൻ, ഏത് കൂടെങ്കിലും ഒന്ന് കുറച്ച് പോവുക, ഒരു യാത്രയെ എന്തെങ്കിലും ഒന്ന് പുറത്തേക്കൊന്ന് പോകാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇന്ന് പാലക്കാട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി ഞങ്ങളൊരു സിനിമയൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ സമാധാനമായിട്ട് ഇരുന്നിങ്ങനെ വന്നാണെന്ന്. എന്നാലും ഒരു ടെൻഷനായിട്ട് മാറില്ല. നമുക്കൊന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനോ ഒരു സന്തോഷം നമുക്കും മനസ്സിന് കിട്ടണ്ടേ. ഇപ്പോൾ ഇന്നിപ്പോൾ എന്തോ ഒരു ആദിയാണ്, മൊത്തത്തിൽ ഒരു ആദി പിടിച്ചിരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ആദി പിടിച്ചിരിക്കുകയാണെന്ന്. എന്താണ് എന്താ
അതുകൊണ്ട് കുക്കിങ് കാര്യങ്ങളൊന്നുമില്ല. ചോറൊക്കെ ആയി ഒരു ഭാഗത്തുണ്ട്. സുകന്യ മീൻ നേരാക്കി പകുതിക്കാക്കിയിട്ട് സുകന്യയും പോയി. എല്ലാവരും നമ്മളെട്ടെറിഞ്ഞ് പോയി എന്ന് പറയില്ലേ, അതുപോലെ സുകന്യനെ വലിച്ചുകൊണ്ട് പൊന്നൂസ് പോയി. അതങ്ങനെ ഒരു ഭാഗത്ത്. ഇപ്പം എന്ത് ചെയ്യാം, എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഒരു എങ്ങനെ ഞാൻ ഇത് പറയാ എനിക്കറിയില്ല. വീഡിയോ കാണുന്ന ഒരാൾക്ക് ഇതിൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാവില്ല. ഒരു ചാനൽ നടത്തിക്കൊണ്ടുപോകുന്ന ഒരാൾക്ക് ഇതിൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാവും. കാരണം ഞങ്ങളുടെ കിടക്കുന്ന ഇനി അപകടം എന്താണെന്നുള്ളത് നമുക്ക് ഓർക്കുമ്പോൾ പേടിയാവാണ്. കാരണം അത്രയും നമ്മളിതിൻ്റെ പിന്നിൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ രീതിക്ക് എത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ചെറിയൊരു നിസ്സാരമായിട്ടുള്ളൊരു കഷ്ടപ്പാടൊന്നുമല്ല. ഒരുപാടൊന്നും അങ്ങനെ ചെറുതാക്കി പറയാൻ പറ്റാത്ത, അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിക്ക് അത്രയ്ക്ക് വലിയ കഷ്ടപ്പാട് ഇതിൻ്റെ ബാക്കിലുണ്ട്. ആരും ഇപ്പോൾ നമുക്കിങ്ങനെ ഒരാൾ നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്കറിയില്ല ഇതിൻ്റെ പിന്നിലുള്ള അധ്വാനം എന്താണെന്നല്ല. നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന ഒരു 5 മിനിറ്റ് കൊണ്ടൊന്നല്ല നമ്മളൊരു വീഡിയോ ആക്കുന്നത്. നമ്മൾ 3-4 മണിക്കൂർ എടുത്തൊരു വീഡിയോ ആണ് നമ്മളൊരു 10, 15, 20 മിനിറ്റിൽ അല്ലെങ്കിൽ 25 മിനിറ്റിൽ ഒതുക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അത് 5 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ 30 മിനിറ്റ് കൊണ്ടൊന്നുമല്ല. രാവിലെ ചിലപ്പോൾ 6 മണിക്ക് അല്ലെങ്കിൽ 5:30 തുടങ്ങുന്ന വീഡിയോ, അല്ലെങ്കിൽ 6 മണിക്ക് നേരം വിളിച്ചാകുമ്പോൾ തുടങ്ങുന്ന വീഡിയോ അവിടെ പറയില്ലേ, അപ്പോൾ തുടങ്ങുന്ന വീഡിയോ ചിലപ്പോൾ നമ്മൾ നിർത്തുന്ന സമയം ചിലപ്പോൾ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആയിരിക്കും. അത്രയും നേരം നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ 2-3 പ്രാവശ്യം ഫോൺ ചാർജ് ചെയ്ത് എന്നിട്ട് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കില്ലേ. അപ്പോൾ അത് മാത്രം പോരാ, അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ എഡിറ്റിങ്ങും, അപ്പോഴേക്ക് 2 ചാനലിലേക്കുള്ള വീഡിയോയായി, അതിനുള്ള റീലായി, അങ്ങനെ ഫുൾ ടൈം ഇതിൻ്റെ പിന്നിലേ നമ്മൾ ഫോണിലേ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന, ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണട പ്രശ്നം കാരണം തലവേദന ഭയങ്കരമായി. അങ്ങനെ ഓരോ കാര്യത്തിൽ നമ്മളിതിൽ അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിൽ നമ്മളിങ്ങനെ ലൈവിൽ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു കുറച്ച് മടി കാണിക്കുക അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആവണമെന്ന് തോന്നുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലങ്ങനെ ആർക്കും അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഡെയിലി വീഡിയോ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ 2 ചാനലിലേക്കുള്ള വ്ളോഗ് കണ്ടിന്യൂ ആയിട്ട് എടുക്കുന്നുണ്ട്. 2 റീലും 2 ലോങ് വീഡിയോയും ഡെയിലി ചെയ്യാന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ട് തോന്നാം. പക്ഷേ അത് നിസ്സാരമല്ല. ഇത് പിന്നെ നല്ല കഷ്ടപ്പാട് വരുന്നുണ്ട്. കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നത്. എന്താ വെച്ചാൽ നമുക്ക് കഷ്ടപ്പെടാൻ മനസ്സിലുള്ളതുകൊണ്ടാണ് നമ്മൾ ആ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഉയരത്തിലെത്തുന്നത്. അതല്ല നമുക്ക് കഷ്ടപ്പാടായിട്ട് കണ്ടിട്ട് അങ്ങനെ മടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് അന്ന് ആ ലെവലിലെത്ര അങ്ങനെ തന്നെ എത്തും. ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തിയത് നമ്മൾ ആ കഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ആ കഷ്ടപ്പെട്ടതിനൊക്കെ ഒരു ഫലമില്ലാതായി പോവുകയാണ് ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ. നാളെ എന്ത് സംഭവിക്കും, നാളെ നമുക്കത് വന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഇനി അടുത്തൊരു സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ചിലപ്പോൾ ഈ ചാനലിൽ കൂടെ തന്നെ പറയാൻ പറ്റാതായി പോകും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചാനലിൽ കൂടെ എന്തൊക്കെ പറ്റിയാലും നമുക്കെന്ന് പറയാൻ മറ്റൊരു ചാനൽ ഉണ്ടാവുകൊണ്ട് ഇതിൽ വീഡിയോയ്ക്ക് എന്ത് പറ്റിയാലും നമ്മൾ അടുത്ത ചാനലിൽ വീഡിയോ ആയിട്ട് ലൈവിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് പറയാൻ ഇപ്പോൾ ഒരു ഇടമുണ്ട്. മറ്റേതൊരു പക്ഷേ പറയാനും അതായി പോകും. കാരണം പെട്ടെന്നാണ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റാത്ത രീതിക്ക് അത് അങ്ങോട്ട് ആക്കിയിടും. അത് എത്ര ദിവസമാണ് അങ്ങനെ ഫ്രീസായി വിൽക്കുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് വരിക. ഇതിൽ മെയിനായിട്ട് അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ നമുക്കതിൽ എന്താണ് ഈ ചാനലിൽ എന്താണ് നിങ്ങളെന്താ വീഡിയോ കാണാത്തത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതിലുള്ള വീഡിയോസിനെ ചിലപ്പോൾ കാണാൻ പറ്റാത്ത രീതിക്ക് വരുമോ എന്നുള്ളത് അറിയില്ല. എങ്ങനെയാണ് അതിൻ്റെ ശരിക്കുള്ള കാര്യങ്ങൾ അറിയില്ല. പക്ഷേ അങ്ങനെയാണ് വരിക എന്നുള്ളതാണ് അറിഞ്ഞത്. വീഡിയോ അപ്ലോഡ് ചെയ്യാനോ നമുക്ക് ആ ചാനലിൽ കയറിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഫുള്ള് നമ്മുടെ നിയന്ത്രണം പോയതുപോലെ അങ്ങനെ ആക്കിയിട്ട് കുറച്ച് ദിവസം. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ വെച്ചെങ്കിൽ ആ ചാനലിൻ്റെ എല്ലാം തീർന്ന രീതിക്ക് ആക്കിയിട്ട് നമുക്കത് തിരിച്ചു തരും. അത് നമ്മൾ മനഃപൂർവ്വം വയലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ വീഡിയോ ചെയ്യുന്നതൊന്നുമില്ലല്ലോ. നമുക്കറിയാത്തത് കൊണ്ട് ആ നിയമം കാര്യങ്ങൾ നമുക്കറിയാത്തതുകൊണ്ട് പറ്റുന്ന ഒരു അബദ്ധങ്ങളാണ്. പക്ഷേ യൂട്യൂബിൻ്റെ കണക്കിൽ നമ്മളത് ഒരു വയലേഷൻ ചെയ്തതുപോലെയാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എന്തും ഈ ചാനലിൽ സംഭവിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് സെക്കൻഡ് ചാനലിൽ എന്തായാലും വീഡിയോ ഉണ്ടാവും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഈ നിൽക്കണ ഒരു രീതിയിലില്ലേ നമ്മളായത്. ഇതിൽ നമ്മൾ വണ്ടിയിലൊക്കെ പോണ സമയത്ത് വ്യക്തികളെയൊന്നും പറയണില്ല കേട്ടോ. അതാ നെഗറ്റീവ് കമൻറ്റ് പോകണു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നെഗറ്റീവിന് പറയുന്ന സമയത്ത് നമ്മൾ കേക്കച്ച പറഞ്ഞിട്ടുണ്ട് അല്ലേട്ടാ. കേക്കച്ചിൽ നമ്മൾ വിഷമിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടില്ല. ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും പറഞ്ഞിട്ടില്ല. എത്രത്തോളം നമ്മൾ റിസ്ക് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണതെന്നറിയോ.
അപ്പോൾ എങ്ങനെ പറയാ, ചില സമയത്ത് കണ്ടില്ലേ, ദൈവമല്ല, എല്ലാവരും എത്ര കഷ്ടപ്പെട്ടാലും ഇന്നോർക്ക് ഇന്നതുപോലെയെന്നേ ഉണ്ടാവുള്ളൂ. ഇനി പറയും അല്ല, അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഇതിലിപ്പോൾ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നവർ ഇപ്പോഴും നമ്മളെ വിളിക്കാറോ അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്നത് അതിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചാനലിൻ്റെ ഒരു പോരായ്മ, ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിഷയമായിട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ചെങ്കിൽ നമുക്ക് ഇപ്പോൾ 90 ദിവസത്തിൻ്റെ ഒരു പ്രശ്നം കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുന്നേക്ക് ഉള്ള പ്രശ്നം, വീഡിയോൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം എന്താ വെച്ചെങ്കിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 മാസത്തോളം ഗ്യാപ്പിലാണ് നമുക്ക് അടുത്ത സ്ട്രൈക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പറയാൻ പറ്റില്ല, ഇവരെന്താണ് കണ്ടുപിടിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഒന്നും അറിയാൻ പറ്റില്ല. പക്ഷെ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ഈ വന്ന സ്ട്രൈക്കിന് അപ്പീൽ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ കൂടി അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്പീൽ ചെയ്ത് ഒതുക്കിയിട്ട് അതിന് എന്താണോ റിസൾട്ട് വരുന്നതെന്നുള്ള അറിയില്ല. നമ്മൾ പ്രശ്നം പറ്റിയ വീഡിയോ ഫുള്ളും 2 വീഡിയോയും ഒരു വീഡിയോ ഒരു റിമൂവ് ചെയ്ത് ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. അതിന് കാണാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾക്കും കാണാൻ പറ്റില്ല. ആ രീതിക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചെങ്കിൽ പ്രശ്നം സകല പിടുത്തം വിട്ടു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ 3 സ്ട്രൈക്കാണ് ലാസ്റ്റ്. 2 സ്ട്രൈക്ക് വന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഒരു സ്ട്രൈക്ക് എനിക്ക് തോന്നുന്നത് അവരുടെ ഭാഗത്തുണ്ടാക്കിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ അത് നമുക്ക് അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഒരു സ്ട്രൈക്ക് നമുക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് കിച്ചുട്ടൻ കത്തിയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ അതൊരു രസം. അവനെ ഇന്നെ പറ്റിച്ചു എന്നുള്ള ആ ഒരു രീതിയിൽ കുറച്ച് പേര് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ എന്താ പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ ഒരു സ്ട്രൈക്ക് കഴിഞ്ഞ് നമ്മുടെ നേരത്തെ കഴിഞ്ഞിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ആരുടെ കയ്യിൽ എത്തില്ല. യൂട്യൂബ് ഇങ്ങനെ പിടിച്ചിടും. നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും സജഷൻ തീരെ പോവില്ല. സ്ഥിരം കാണുന്ന കുറച്ച് കൂട്ടുകാരും ഡെയിലി കാണുന്നവർക്ക് മാത്രമേ അത് കാണാൻ പറ്റൂ. അല്ലാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ പുതിയ ആൾക്കാരിലേക്ക് സജഷൻ പോവില്ല. അങ്ങനെയൊക്കെയുള്ള നമ്മളങ്ങോട്ട് ഒതുക്കി പിടിക്കും. ഒന്നിനും വിടാത്ത രീതിക്ക് നമ്മളങ്ങോട്ട് ഒതുക്കി പിടിക്കും. കാരണം നമുക്ക് ഈ 90 ദിവസം നമ്മൾ അറിഞ്ഞാണ് നമുക്ക് ശരിക്കും ചാനൽ നിർത്തേണ്ട ഒരു അവസ്ഥ വരെ നമുക്ക് ഉണ്ടായി. എന്താ ഈ സ്ട്രൈക്കുള്ള സമയത്തൊന്നും നമുക്ക് ഈ 3 മാസം നമ്മൾ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ദിവസം വീഡിയോസ് ഇട്ടിരുന്നു. അതിന് വരുമാനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് പിന്മാറാൻ പറ്റില്ല. കാരണം സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ പിന്നുള്ള കാര്യങ്ങളൊക്കെ കഷ്ടത്തിലാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇടാതിരുന്ന് കഴിഞ്ഞാൽ എല്ലാ റീച്ചും പോവും. പിന്നീട് നമുക്ക് ഇതൊക്കെ മാറിയിട്ട് 90 ദിവസം കഴിഞ്ഞിട്ട് ഇനി വീഡിയോ ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചാനൽ ഡെഡായി, പിന്നെ ചാനൽ അനങ്ങില്ല. അപ്പോൾ അതിനൊന്നും പറ്റില്ല. നമുക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് വീഡിയോ ഇടുന്നതിനൊന്നും ഒരു കുറവ് വരുത്താനോ മാറി നിൽക്കാനോ പറ്റില്ല. ഇതിൻ്റെ ഉള്ള പ്രശ്നം അതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്തെന്നെ സംഭവിക്കുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ചാനൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. എന്താ വെച്ചാൽ നമ്മളെ സ്നേഹിക്കണവരൊക്കെ പ്രാർത്ഥിക്കണേ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ്. അതേപോലെ നമ്മളെ സെക്കൻഡ് ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കാരണം എന്താ വെച്ചെങ്കിൽ എന്താണ് സംഭവിച്ചെന്ന് ഒരു പക്ഷേ നമുക്ക് ഈ ചാനലിലൂടെ ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ചാനലിൽ ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കാം.